വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഈ ഒരു വ്ളോഗിൽ ഞാൻ 2 ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഈവനിങ് മുതൽ നൈറ്റ് വരെ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ തീരെ പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു. വേറൊരുപാട് കാര്യങ്ങളിലേക്ക് എൻഗേജ് ആവേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വ്ളോഗ് ഷൂട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി എല്ലാ ദിവസവും ഞാൻ നല്ല പ്രൊഡക്റ്റീവൊന്നും അല്ല. നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട എല്ലാ ദിവസവും ഞാൻ നല്ല പ്രൊഡക്റ്റീവായിട്ടിരുന്ന് പഠിക്കുന്ന കുട്ടിയാണെന്നൊന്നും. ചില ദിവസങ്ങളിൽ ഞാൻ ഒന്നും പഠിക്കാത്ത ദിവസങ്ങളുണ്ടാവും. നമ്മൾ മനുഷ്യരാണല്ലേ, എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴും എനിക്ക് കറക്റ്റ് പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലും മാക്സിമം ഒരു കൺസിസ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അത് പറ്റുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി ആ ഒരു പ്രൊഡക്ടിവിറ്റി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരു പ്രത്യേക എനർജി കിട്ടുന്നുണ്ട്. പിന്നെ വ്ളോഗ് എടുക്കാൻ ഇഷ്ടമാണ്. ആദ്യം തന്നെ എനിക്ക് വേണ്ടൊരു ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റേതായ രീതിക്ക് ടൈമൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം നിങ്ങളും ഇപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടേതായ രീതിക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് കണ്ട് ബേസിക്സ് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ ഫിസിക്സ് വാലായിട്ട് ക്ലാസ് കണ്ട് ബേസിക്സ് പഠിക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ സൈലം ഇപ്പോൾ എടുക്കുന്ന ബേസിക് ക്ലാസ്സിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. ഒരുപാട് പാർട്സും വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാനൊരു കമ്പാരിസൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എക്സാംസ് സൈലത്തിൽ ഇല്ല എന്നല്ല പറയുന്നത്. സൈലത്തിൽ എക്സാംസ് ഉണ്ട്, പക്ഷേ എനിക്കത് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്തത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ട് കമൻറ്റ് വന്നിട്ട് സൈലത്തിൽ എക്സാംസ് അതിനുണ്ടല്ലോ എന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൈലത്തിൽ എക്സാംസ് ഇല്ല എന്നല്ല, സൈലത്തിൽ ഓൺലൈൻ സ്റ്റുഡൻസിന് എക്സാംസ് ഉണ്ട്. പക്ഷേ ഓഫ്ലൈനായിട്ട് കിട്ടുന്ന എക്സാംസ് വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ക്ലാസ്സസൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണല്ലോ ഞാൻ സൈലത്തിൽ തന്നെ റിപ്പീറ്റും റീറിപ്പീറ്റും ചെയ്തത്. പിന്നെ എക്സാംസിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എനിക്കിഷ്ടമായൊരു കാര്യം എന്ന് പറയുമ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സസ് പ്ലസ് ബ്രില്യൻ്റിലെ എക്സാംസ്, ഈ ഒരു കോംബോ അടിപൊളിയാണ്. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിനി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ജോയിൻ ആവുന്നു എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കറക്റ്റ് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. എനിക്ക് ഈ ഒരു കോംബോ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. ഇതാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനും ആഗ്രഹം. പക്ഷെ അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഷുവറല്ല. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബേസിക്സ് ക്ലിയർ ആക്കാനാണ്. ജൂൺ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും ഞാൻ കറക്റ്റ് ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം നെക്സ്റ്റ് പാർട്ട് കാണുന്നുണ്ട്. സൈലം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ബേസിക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കാണ്ടിരിക്കുക, അത് കാണാൻ ശ്രമിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്നാണ് അത് മുന്നോട്ട് പോകുമ്പോൾ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ലാസ്റ്റ് എക്സാം ടൈമിൽ നമുക്കത് വലിയ കാര്യങ്ങളായി മാറിയേക്കാം. നെക്സ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ പാർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിന്നൊരു കോൺഫിഡൻസ് കിട്ടും. ബേസിക്സ് ക്ലിയർ ആണെന്നുള്ളൊരു സന്തോഷവും നമുക്കുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഇയറും ഇതേ സെയിം ടോപ്പിക്ക് ജാബിർ സാർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ നിൽക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട്. മുൻപ് എനിക്കുള്ളൊരു ശീലമായിരുന്നു ടി വി കണ്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ ആ ശീലം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് നാളായിട്ട് ആ ഒരു ശീലം ഇല്ലാതിരുന്നു. ഇപ്പം ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. നെക്സ്റ്റ് ഞാനൊരു 30 മിനിറ്റ്സ് പോമഡോറോ സെറ്റ് ചെയ്തിട്ട് ബോഡി ഫ്ലൂയിഡ്സ് NCERT റീഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ബേസിക്സിൻ്റെ ഒപ്പം തന്നെ ഹ്യൂമൻ ഫിസിയോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ഫിസിയോളജിയിൽ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്ററാണ് ഈ ബോഡി ഫ്ലൂയിഡ്സ്. നമുക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചൊന്നും ഒഴിവാക്കാനും കഴിയില്ലല്ലോ. ഇഷ്ടമില്ലാത്തതായാലും അത് കഷ്ടപ്പെട്ട് പഠിച്ചേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പഠിക്കുന്നുണ്ട്. എനിക്ക് ഡൗട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണും. അപ്പോൾ അങ്ങനെ ഞാൻ RH ഗ്രൂപ്പിങ്ങിൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അതെനിക്ക് ഡൗട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് മാത്രമായിട്ടുള്ളൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഏത് ചാനലിലാണെന്നുള്ളത് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. വേണമെന്നുള്ളവർ ആ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് യൂസ് ആക്കുക. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ റാൻഡമായിട്ട് സെർച്ച് ചെയ്തപ്പോൾ വന്നൊരു ചാനലാണ്. ഇതിൽ നമുക്ക് ഈ ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു.
നെക്സ്റ്റ് ഞാൻ കുറച്ചധികം സംഖ്യകളൊക്കെ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ഞാനിനി ഡെയിലി ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. എനിക്ക് സ്പീഡ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഡെയിലി ചെയ്യണമെന്നുണ്ട്. അപ്പം ഡെയിലി ഒരു 10-30 കണക്കുകൾ ഇങ്ങനെയായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ സ്പീഡ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവുമെന്നാണ് ഞാൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് സത്യമാണെന്ന് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നൈറ്റ് ഞാനൊരു 12:30 ആയപ്പോഴാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് എനിക്ക് വിശന്നു, അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് കഴിക്കുന്നുണ്ട്. ഇത് മെയ് 24 ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഈവനിങ് ടു നൈറ്റ് തന്നെയാണ്. പിന്നെ വീട്ടിലൊക്കെ എത്തിയിട്ട് പിന്നെ നോക്കുമ്പോണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ട് ഒരുപാട്. അങ്ങനെ നെക്സ്റ്റ് പാർട്ട് ക്ലാസ് ഞാൻ കാണുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് തന്നെ 2 പാർട്ട് ഞാൻ കാണുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പുറത്തേക്ക് പോയപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാനിനി ആൾട്ടർനേറ്റീവ് ആയിട്ടെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു 2 ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.